ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമുക്കൊരു വെറൈറ്റി ഫിഷ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ആദ്യം ചൂടായ ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ അല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത അടിപൊളി മാങ്ങ, ഉള്ളി, അതുപോലെ കരിവേപ്പില, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൂടി നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അല്പം കാശ്മീരി ചില്ലി പൗഡർ, അതിനുശേഷം അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ എരിവിന് വേണ്ടിയിട്ട് സാദാ ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൗഡർ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കയ്യിൽ തന്നെ നന്നായി ഒന്ന് ഞെരണ്ടി എടുക്കുക. നല്ല ഞെരടി എടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, സംഭവം നല്ല അടിപൊളിയായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തിളയി ഇങ്ങനെ വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് റെഡിയാക്കണ്ടേ. അപ്പോൾ അതിനായി ആവശ്യമായ തേങ്ങ, അതുപോലെ അതിലേക്ക് ഞാൻ ജീരകം, അതുപോലെ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ തിളച്ച് വന്ന നമ്മൾ ഇതിലേക്ക് കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം തിക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് ഇതാക്കിയെടുക്കാം. നല്ല അടിപൊളിയായി നല്ല ഗ്രേവി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ മാങ്ങ ഇട്ടൊരു മീൻ കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. അപ്പം ഇതിൻ്റെ മേലേക്ക് അല്പം തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്പം നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മീൻ ഇതിലേക്ക് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അയക്കൂറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏത് മീൻ വണ്ടിക്കും ഉപയോഗിക്കാം കേട്ടോ. ഇത് നമ്മൾ സുൽത്താൻ ഇബ്രാഹിം എന്ന് പറയുന്ന സാധനമല്ലേ, പുയ്യാപ്പിള, അത് വണ്ടിക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അയല ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ നെയ്മീനാണെങ്കിൽ അത് അതേപോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പം നമ്മളിതിൽ ആദ്യം ഉള്ളി വറക്കുന്നൊന്നുമില്ല. അപ്പം തന്നെ ഇതിനൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ഇതുപോലെ മുന്നേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.